ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഡിയോ ആണ് വണ്ടി. BS4 മോഡൽ വണ്ടിയാണ്. നമുക്കതിനകത്ത് ജനറൽ സർവീസായിട്ട് വർക്കിന് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ജോബ് കാർഡിൽ പറഞ്ഞാണ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ സർവീസ്, ഇൻഡിക്കേറ്റർ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ സൈഡ് സ്റ്റാൻഡിൻ്റെ സ്പ്രിങ് മാറ്റണം. ബാക്ക് സൈഡിൽ നിന്ന് സൗണ്ട്, അതായത് രണ്ടാളൊക്കെ ഇരുന്ന് ഓടണ സമയത്ത് ബാക്ക് സൈഡിൽ നിന്ന് ഒരു സൗണ്ട് വ്യത്യാസം വന്നിട്ടുണ്ട്. മോർണിംഗിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക, വാട്ടർ സർവീസ് ചെയ്യുക, സീറ്റ് ചെക്കപ്പ് പറഞ്ഞു. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി അതിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് കയറ്റിയിട്ടുണ്ട്. ബാക്ക് സൈഡിൽ നിന്ന് സൗണ്ട് വരുന്നതെന്ന് വെച്ചാൽ നമുക്കിതിവിടെ ഒരു പരിധി കൂടുതൽ ആക്ഷൻ വന്ന സമയത്ത് ഈ ഫ്ലാപ്പ് കയറി ടയറുമ്പോൾ ടച്ച് ആവണുണ്ട് ഈ രണ്ട് സൈഡിൽ. അതാണ് നമുക്കൊരു അങ്ങനത്തെ ഒരു ഒരച്ചിലാണ് അത് കാണുന്നത് കേട്ടോ. വേറെ കംപ്ലയിൻ്റ് ആയിട്ട് തോന്നണമെന്നില്ല. പിന്നെ മോർണിംഗിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ രാവിലെ വന്ന് സ്റ്റാർട്ട് ചെയ്തു, ഒറ്റയടിക്ക് വണ്ടി സ്റ്റാർട്ടായി എന്നുള്ളതാണ്. വേറെ പറയത്തൊക്കെ നമ്മൾ ചോക്ക് പോലും ഉപയോഗിക്കാണ്ട് വണ്ടി സ്റ്റാർട്ടായി. അത് നമ്മൾ ആക്സിലേറ്റർ ഒരുപാട് കൊടുത്തൊന്നുമില്ല. നോർമൽ ഇതിനകത്ത് ആക്സിലേറ്റർ കൊടുക്കാതെ തന്നെ കിക്കർ അടിച്ചപ്പോൾ വണ്ടി സെൽഫ് അടിച്ചപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. അതേപോലെ തന്നെ വണ്ടി ഓഫ് ചെയ്തിട്ട് കിക്കറിലും സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ വണ്ടി കിക്കറിലും സെൽഫിലും വണ്ടി ഓൾറെഡി സ്റ്റാർട്ട് ആവുന്നുണ്ട്. തന്നെയല്ല, എനിക്ക് തോന്നുന്നു ഈ വണ്ടിക്ക് അത്യാവശ്യം മെയിൻ്റനൻസുകളൊക്കെ ചെയ്തില്ല. അപ്പോൾ കാർബറേറ്ററൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്തേക്കണായിട്ട് കാണുന്നുണ്ട്. ടാങ്ക് ക്ലീൻ ചെയ്തേക്കണായിട്ട് കാണുന്നുണ്ട്. നമുക്ക് ടാപ്പ്, പെട്രോളിൻ്റെ ടാപ്പൊക്കെ ഇരിക്കുന്നത് പുതിയതാണ്. അപ്പോൾ ആ സെക്ഷനൊക്കെ അത്യാവശ്യം ചെയ്തേക്കണതാണ്. പക്ഷേ ചിലപ്പോൾ കംപ്ലയിൻറ്റ്സ് കാണിച്ചിട്ടുണ്ടാവാം. കാരണം ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിലും ഒരുപക്ഷെ കംപ്ലയിൻറ്റ് ഉണ്ടായി കാണാം. കാരണം അപ്പോൾ നമുക്ക് അതിൻ്റെ ഇലക്ട്രോണിക്സ് CDA എന്ന് പറഞ്ഞ യൂണിറ്റൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ വരുന്നത്. അതിനൊക്കെ ആ കോൺടാക്റ്റിലൊക്കെ ക്ലാവ് കാര്യങ്ങളൊക്കെ ഇരിക്കുമ്പോൾ അതെല്ലായ്പ്പോഴും കാണിക്കണമെന്നില്ല. ചില സമയങ്ങളിലായിരിക്കും ആ കംപ്ലയിൻറ്റ് വരാം. അപ്പോൾ നമ്മൾ അങ്ങനെ വരാൻ സാധ്യതയുള്ള ഭാഗം കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ടേക്കാം. പ്രത്യക്ഷത്തിൽ നമുക്ക് കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല. വരാൻ സാധ്യതയുള്ള ഭാഗം കൂടി നമുക്കത് ചെക്ക് ചെയ്തിട്ട് അതിനെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നമുക്ക് സോൾവ് ചെയ്തിടാം കേട്ടോ. പിന്നെ നമ്മൾ സർവീസിനോടനുബന്ധിച്ച് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അഴിച്ചിട്ടുണ്ട്. ബാക്ക് ബ്രേക്ക് ലൈൻഡർ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിലവിൽ ഉപയോഗിച്ച് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ലൈൻഡറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡറാണ്. നമുക്ക് ഈ ഒരു സർവീസൊക്കെ ഉപയോഗിക്കാം. ആ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് വിസിറ്റ് ചെയ്താൽ മതി. പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ ഗിയർ ഓയിലൊക്കെ ചെക്ക് ചെയ്തു, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണിത്. അതിൻ്റെ ബെയറിങ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു, വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും കാണുന്നില്ല. ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ ഓക്കെയാണ്. ഹബിനും വേറെ പറയത്തക്ക പ്രോബ്ലം ഇല്ല കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. അത് നമുക്ക് തൽക്കാലം തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. അടുത്ത സർവീസിലാകുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. കിടക്കുന്നത് കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. പിന്നെ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാം. വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ക്ലച്ച് സൈഡിൽ നിന്ന് ചെറിയൊരു സൗണ്ട് വേരിയേഷനൊക്കെ നമുക്ക് ഫീൽ ചെയ്തിരുന്നു. ക്ലച്ച് സൈഡ് നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ നമുക്ക് ഇവിടെ വരുന്ന 2 ഓയിൽ സീലുകളും ലീക്കേജ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീലാണ്, ഓൾറെഡി ലീക്കാണ്. ക്ലച്ച് ഷാഫ്റ്റിൻ്റെയും ലീക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. വേരിയേറ്റർ ബോഡി ബോസ്റ്റ് റോളോ എന്ന് പറഞ്ഞ യൂണിറ്റൊക്കെയാണ് അത് തന്നെ. അതിൻ്റെ അവിടെയാണ് ആ ഡാമേജ് വന്നത് കേട്ടോ. കാരണം ഇതൊരു പീസെറ്റ് സ്ലൈഡ് തന്നെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വന്ന ഒരു ഡിസ്റ്റൻസ് ബുഷാണ് ഈ വന്നത്. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് ആ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പൊട്ടിപ്പോയിട്ട് ഈ സൈഡൊക്കെ പൊട്ടിപ്പോയി, വി ബുഷ് എന്ന് പറയും. അത് പൊട്ടിപ്പോയിട്ട് ഈ വീലുമേക്ക് നല്ല രീതിയിൽ അടി കിട്ടിയിട്ടുണ്ട്. ഈ വീലുമ്മ അടി കിട്ടിയിട്ട് ഇത് എത്ര തേയ്മാനം വന്നു പോയാണ് കേട്ടോ. നല്ല രീതിയിൽ തേഞ്ഞുണ്ടത്. ഈ സൈഡിലും അതേപോലെ തന്നെ വന്നിട്ടുണ്ട്, ഈ സൈഡിലും അതേപോലെ. അപ്പോൾ വലിയ താമസിച്ചാണ്ട് അത് പൊട്ടിപ്പോകുന്ന സിറ്റുവേഷനിലാണ്. അത് ഇവിടെ നോക്കുമ്പോൾ ഇത് ഇത്രയും ഭാഗം തേഞ്ഞ് പോയേക്കാണ് ഈ കാണുന്നത് കേട്ടോ. അത് കറക്റ്റ് സ്റ്റെപ്പായിട്ട് നിൽക്കണതാണ്. അത്രയും തേഞ്ഞ് പോയിട്ടുണ്ട്. അത് കൂടാതെ കൊണ്ട് ഈ വീലിൻ്റെ ഇവിടെയൊക്കെ ഡാമേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമ്മളിത് മാറ്റിയിടുന്ന സമയത്ത് ഇപ്പോൾ ഈ ബോസ് ഡ്രൈവിന് വേറെ കംപ്ലയിൻ്റ് ഇല്ല. ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഈ അലുമിനിയത്തിൻ്റെ ഈ വീലും ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബുഷും മാറ്റിയിട്ടാൽ ആ പ്രോബ്ലം നമുക്കിപ്പോൾ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. കൂടുതൽ കംപ്ലയിൻസിലേക്ക് പോകണേക്കാളും മുമ്പ് ബുഷുകൾക്ക് തേമാനമുണ്ട്, പക്ഷേ ഒരു മാറ്റേണ്ട അത്രയ്ക്കും ക്രിട്ടിക്കലായിട്ടുള്ള സിറ്റുവേഷൻ ഒന്നും ആയിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആ വീലും ബുഷും മാറ്റി അത് ഓക്കെ ആക്കാം. പിന്നെ ക്ലച്ച് യൂണിറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഇല്ല. ക്ലച്ച് ഔട്ടറിൻ്റെ ഭാഗത്തും വേറെ പ്രോബ്ലം ഇല്ല. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുന്ന സമയത്തേ ബെൽറ്റിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ പൊട്ടൽ വന്നിട്ടുണ്ട് കേട്ടോ. ഈ സൈഡൊക്കെ നോക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ഇതിൻ്റെ ഉള്ളിൽ കൂടെ പൊട്ടൽ വന്നിട്ടുണ്ട്. ഒരു സ്ഥലത്ത് നല്ല രീതിയിൽ കാണുന്നുണ്ടാവും. ഈ സൈഡൊക്കെ അത്യാവശ്യം ഡീപ്പായ രീതിയിൽ വന്നിട്ടുണ്ട് ഈ സൈഡ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപയോഗം അനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ ലോക്കൽ ഓട്ടോ ഉള്ളൂന്നുണ്ടെങ്കിൽ ബെൽറ്റ് വേണമെങ്കിൽ നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. അവിടെ നിസ്സാര കിടന്ന് ഓടണമുള്ളൂന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് സർവീസ് വരുന്നത് 4 മാസം കൂടുമ്പോൾ 4 മാസമൊക്കെ കിടന്ന് ഓടേണ്ടതാണ്. നേരെ മറിച്ച് നമുക്ക് അത്യാവശ്യം ഓട്ടോ ഉണ്ട്, ഇനി റിസ്ക് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കൈയോടെ അത് മാറ്റി കളയാം. കാരണം ഇപ്പോൾ മാറ്റുകയാണെങ്കിൽ നമുക്ക് ഈ ബെൽറ്റ് മാത്രമേ വന്നുള്ളൂ, ആ ബെൽറ്റിൻ്റെ എമൗണ്ട് മാത്രമാണ് വന്നുള്ളൂ. ആ സർവീസിൻ്റെ കൂട്ടത്തിൽ അതുകൊണ്ട് കയറിപ്പോയിക്കോളും. നേരെ മറിച്ച് നിങ്ങൾ ബെൽറ്റ് പൊട്ടിയിട്ട് വഴിയിൽ പെട്ടുപോയി കഴിഞ്ഞ് പിന്നെയും വരുമ്പോൾ അഡീഷണൽ ചിലവ് ഒരുപാട് എക്സ്പെൻസ് വരും. അഴിച്ച് മാറുന്നതിൻ്റെ ലേബർ കോസ്റ്റ്, പാർട്സ് എല്ലാം കൂടി വന്ന് എടുക്കുന്നതിൻ്റെ പൈസയൊക്കെ എല്ലാം വരും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ ഉപയോഗം ഉണ്ടെങ്കിൽ ഈ ബെൽറ്റ് മാറ്റി കളയാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. പിന്നെ അതേപോലെ സ്പ്രിങ് മാർട്ടിനേഴ്സ് പറഞ്ഞിട്ടുണ്ട്. സൈഡ് സ്പ്രിങ് നമുക്ക് മാറ്റിയിടാം. പിന്നെ അതേപോലെ കാർബറേറ്ററിൻ്റെ ഭാഗമൊക്കെ ഓൾറെഡി ക്ലീൻ ചെയ്തേക്കണമായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ക്ലീൻ ചെയ്തിട്ടുണ്ട്.
ഹെഡ് സൈഡായാലും വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഗ്രീൻ ബുഷ് കംപ്ലൈൻറ്റാണ്. ഈ ബുഷ് കംപ്ലൈൻ്റ് ആയിട്ട് നല്ല രീതിയിൽ ഓവലായിട്ട് ഈ ഒരു അവസ്ഥയിലാണ് കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയിടാം. ലിങ്കിൻ്റെ ബുഷൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഫ്രണ്ട് ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. നമുക്ക് ശരിക്കും ഇനിയിപ്പം മാറ്റി ഇടുന്ന സമയത്ത് ഈ ടയർ ബാക്കിലേക്ക് ഇടേണ്ടതായിരുന്നു. കാരണം അതിൻ്റെ വണ്ടി ഓടുന്ന സമയത്ത് ചെറിയൊരു ബബ്ലിങ് കാണിക്കുന്നത്, അതായത് ഒരു വെട്ടൽ പോലെ കാണിക്കുന്നത് ടയറിൻ്റെയാണ്. നമുക്ക് ഈ മോഡൽ വരെ, അതായത് ലിങ്ക് ടൈപ്പ് സസ്പെൻഷനുള്ള വണ്ടിക്ക് ഫ്രണ്ടും ബാക്കും ഒരേ അളവായിരിക്കും. 10 ഇഞ്ച് തന്നെ ആയിരിക്കും ഫ്രണ്ടിലും ബാക്കിലും. അത് നമുക്ക് റൊട്ടേഷൻ ചെയ്ത് ഇടാം. പുതിയ ടയർ എപ്പോഴും ഫ്രണ്ടിലാണ് ഇടുന്നത് നമ്മൾ. ഇതിപ്പോൾ നമ്മൾ ഇട്ടേക്കുന്നത് കട്ട കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് റൊട്ടേഷൻ ചെയ്യൽ നടക്കില്ല. അപ്പോൾ ഇത് പരമാവധി ഇങ്ങനെ തന്നെ ഓടിക്കുക. നെക്സ്റ്റ് ടൈം മാറ്റി ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ഫ്രണ്ടിലെ റിമ്മ് ഡിസ്കേ പാടി അഴിച്ച് ബാക്കിലിടാം. ബാക്കിലെ ഡിസ്കുമ്പോൾ പുതിയ ടയർ ഇട്ടിട്ട് അത് ഫ്രണ്ടിൽ ഫില്ല് ചെയ്യുക. അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അത് എടുക്കുമ്പോൾ ഇതേപോലത്തെ പാറ്റേൺ യൂസ് ചെയ്യണതാണ് ഏറ്റവും ബെറ്റർ. എന്നാലാണ് റൊട്ടേഷൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അതേപോലെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടുണ്ട്. 2024 മോഡൽ ബാറ്ററിയാണ് വണ്ടിപ്പിക്കണം, അമറോണിൻ്റെ ബാറ്ററി. അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 12.87 വരെ കാണിക്കുന്നുണ്ട്. ലോഡിലേക്ക് കൊടുക്കുമ്പോൾ 8.75, 12.75 വരെ വന്നിട്ടുണ്ട്. ലോഡിലേക്ക് കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ 8.3 വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു ഡൗൺ ആയൊരു സിറ്റുവേഷൻ. അപ്പോൾ ഞാനൊന്ന് ചാർജിലിട്ടിട്ട് കയറ്റി വെച്ചേക്കാം. പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടത്. അത് മാറ്റുന്ന കൂട്ടത്തിൽ മാറ്റിയിട്ടാൽ മതി. അപ്പോൾ ഇത് തൽക്കാലം ഓടിക്കോളും. പിന്നെ ഈ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് നമുക്കൊന്ന് മാറ്റിയിടാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്കായുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടാം. എൻജിൻ ഓയിൽ മാറ്റാം. അപ്പോൾ ഇത്രയും കേസാണ് മെയിനായിട്ട് വരാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു എസ്റ്റിമേറ്റ് ഇടാം. അതിൻ്റെ ഡീറ്റെയിൽസും വീഡിയോസ് ചെയ്ത് വാട്സാപ്പിനകത്തേക്ക് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. നമുക്ക് ആ റിപ്ലൈ കിട്ടിയിട്ട് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ.